ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നെങ്കിൽ ഇവൻ തന്നെയാണ് എടുത്തത്. എങ്ങനെയാടാ 8 കണ്ണിയും കൊടപ്പനും ഒക്കെ നീ ഇത്ര കൃത്യമായിട്ട് പറഞ്ഞത്? സാറേ എന്നെ തെറ്റിദ്ധരിക്കരുത്. അന്ന് ഈ അരഞ്ഞാണം വാങ്ങാൻ പോകാൻ നേരത്ത് ഞാൻ സാറിന്റെ കൂടെ ഉണ്ടായിരുന്നു ഇല്ലേ സാറേ? കണ്ട അന്ന് 15 പവന്റെ ഒരെണ്ണം വാങ്ങാന്ന് പറഞ്ഞപ്പോ സാറാ പറഞ്ഞ അതിന്റെ ഒന്നും ആവശ്യമില്ല, ഈ 10 പവന്റെ ഈ അരഞ്ഞാണം മതി ഇല്ലേ സാർ? ഇല്ലേ സാർ? കണ്ട അത് ശരി, 15 പവൻ എന്ന് പറഞ്ഞിട്ട് 10 പവൻ തന്നെ എന്നെ പറ്റിക്കുവായിരുന്നല്ലേ ദുഷ്ട. മാഡം എപ്പോഴാണ് നിങ്ങളുടെ അരഞ്ഞാണം പോയത്? ഒന്ന് ഓർത്ത് നോക്ക്, എവിടെയെങ്കിലും ഊരി വെച്ചതാണോ? ഊരി വെച്ചതല്ല, ഞാൻ കിടക്കയിൽ എണീറ്റ് കുളിക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോ അത് കാണുന്നില്ല. സാറേ ഒരു സംശയം, ഇത് ഊരി വെക്കാത്ത സ്ഥിതിക്ക് സോപ്പിന്റെ വടിക്കല്ല് താഴെ വീണ് ഓടയിൽ ഒലിച്ചു പോയതാ ആണെങ്കിൽ നിന്നെ കൊണ്ട് ഞാനത് എടുപ്പിക്കും. മാഡം എത്ര മണിക്കാ കുളിക്കാൻ പോയത്? ചന്ദ്ര, കുളി ഇതുമായിട്ട് എന്താ ബന്ധം? തെളിവെടുക്കണമല്ലോ സാറേ. മാഡം അപ്പൊ പറയും. ഒരു 10 മണിയായി കാണും. 10 മണിക്ക് നീ എവിടെയായിരുന്നടാ? 10 മണി. 10 മണിക്കല്ലേ സാർ കാറിന്റെ ഡിക്കി തുറന്ന് 2 കോടി രൂപ എടുത്തോണ്ട് വരാൻ പറഞ്ഞത്? ബാറുകളെല്ലാം തുറന്നു കൊടുത്തതിന് കൈക്കൂലിയായിട്ട് മുതലാളിമാർ കൊണ്ടുവന്നില്ലേ ആ എമൗണ്ട്? സാറേ ചന്ദ്ര ചുമ്മാ, ഇതൊന്നും കറക്റ്റ് അല്ല. കറക്റ്റ് അല്ലാത്തോണ്ടല്ലേ നോട്ടിന്റെ മെഷീൻ വെച്ച് സാർ വീണ്ടും എണ്ണി നോക്കിയത്. അപ്പൊ നോട്ടെണ്ണുന്ന മെഷീനും ഉണ്ടോ? 2 എണ്ണം, ഒരെണ്ണം പഴയതാ അല്ലേ സാർ? നോട്ട് അടിക്കുന്ന മെഷീൻ അടുത്ത ആഴ്ച വരും. ചുമ്മാ അന്ന് അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് എനിക്ക് ഒരു ഓർമ്മയില്ല. സാറിന് ഓർമ്മ കാണില്ല. സാധാരണ 4 എണ്ണം അല്ലേ സാർ അടിക്കുന്നത്? അന്ന് 6 എണ്ണം അടിച്ചു. അത് സ്വന്തമായിട്ട് വാറ്റിയ സാധനം. വാറ്റുണ്ടോ? നമ്മുടെ ഗോഡൌണിലിട്ട് സാറ് തന്നെയല്ലേ വാറ്റുന്നത്. സാറിന്റെ ആവശ്യം കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഫ്രണ്ട്സിന് വിൽക്കും. അപ്പൊ നിങ്ങൾ കുടിക്കില്ലെന്ന് പറഞ്ഞിട്ട് ഇത്രയും നാളും എന്നെ പറ്റിക്കുവായിരുന്നല്ലേ? അവന് തലപ്രാന്താടി, നീ എന്നെ വിശ്വസിക്കരുത്. അല്ല, അവനെ വിശ്വസിക്കരുത്.